എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്സിന്റെ ഒരു ക്ലാസ് ആണ്. അപ്പോൾ മാത്സ് ഒട്ടും അറിയാത്തവർക്ക് പോലും ബേസിക് മുതൽ പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിന്റെ ഓൾറെഡി ഒരു 5-6 വീഡിയോസോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദശാംശ സംഖ്യകളുടെ ഡെസിമൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഗുണനമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ദശാംശ സംഖ്യകൾ എന്താണ്, കൂട്ടുന്നതും കുറയ്ക്കുന്നതും എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇന്ന് നോക്കുന്നത് ദശാംശ സംഖ്യകളുടെ ഗുണനമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് നമ്മളെ കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോസ് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കുക, ദശാംശ സംഖ്യകളുടെ ഗുണനം വളരെ ഈസിയാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 0.4 × 2 അല്ലേ, ഇവിടെ പോയിന്റ് ആണ് അല്ലേ, ദശാംശ സംഖ്യയാണ്. 0.4 × 2 ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ, അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വയ്ക്കുക, പോയിന്റ് ഇല്ലാതെ ആ സംഖ്യകളെ തമ്മിൽ ഗുണിക്കുക. അതിനുശേഷം ചോദ്യത്തിൽ എത്ര പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പോയിന്റ് ഇല്ലാതെ സംഖ്യകളെ തമ്മിൽ ഗുണിക്കുക. കിട്ടുന്ന ഉത്തരം ചോദ്യത്തിൽ എത്ര പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ 0.4 × 2 ആണ് അല്ലേ. ഇവിടെ പോയിന്റ് ഇല്ലാതെ ആ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് സംഖ്യ? 4ഉം 2ഉം. ആ 4ഉം 2ഉം തമ്മിൽ ഗുണിക്കുക. എത്രയാണ് ഉത്തരം? 8. 4ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 8 ആണ്. ഇനി ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? ചോദ്യത്തിൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 4 എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ് ഉള്ളത്. ഇവിടെ പോയിന്റ് ഒന്നും ഇല്ല. അപ്പോൾ മൊത്തം ചോദ്യത്തിൽ എത്ര സ്ഥാനമുണ്ട്? പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമേ ഉള്ളൂ അല്ലേ, ഒരു സംഖ്യയല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും നമ്മുടെ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഒരു സ്ഥാനം വേണം. അപ്പോൾ 8ന് തൊട്ട് മുന്നേ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം ആയില്ലേ. അപ്പോൾ 0.8 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്തത് നോക്കാം. 0.4 × 0.2. ഈ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതേ നമ്പർ തന്നെ എടുത്തത് കേട്ടോ. 0.4 × 0.2. നമ്മൾ എന്താണ് പറഞ്ഞത്? രണ്ട് ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, അതായത് പോയിന്റ് ഇല്ലാതെ ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. പോയിന്റ് ഇല്ലാത്ത സംഖ്യ എന്ന് പറയുമ്പോൾ 4ഉം 2ഉം. 4ഉം 2ഉം കൂടെ ഗുണിച്ചാൽ എത്രയാണ്? 8 തന്നെയാണ്. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്. ഇവിടെ എത്രയുണ്ട്? പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമുണ്ട്. ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ 2 സ്ഥാനം ഇല്ലേ ചോദ്യത്തിൽ. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലും എന്ത് വേണം? പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ 8 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ 2 സ്ഥാനമാക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.08 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കാം. 2.4 × 0.2. ഇവിടെയും എന്താണ്? ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ഇല്ലാതെ ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. പോയിന്റ് ഇല്ലാതെ സംഖ്യ എന്ന് പറയുമ്പോൾ 2.4 എന്നുള്ളത് പോയിന്റ് ഇല്ലാതെ എഴുതിയാൽ 24. ഇത് എത്രയാണ്? 0.2 എന്ന് പറഞ്ഞാൽ 2. ഇത് 2 തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടും? 4 2 8 2 2 4 48 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ആ 48 എന്നുള്ളത് നമ്മൾ എഴുതുക. ഇനി എന്ത് ചെയ്യുക? പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട് ചോദ്യത്തിൽ എന്ന് നോക്കാം. ഇവിടെ 2.4 എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. ഇവിടെ 0.2 എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. അപ്പോൾ ടോട്ടൽ എത്ര സ്ഥാനമുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലും എന്ത് വേണം? 2 സ്ഥാനം വേണം. അപ്പോൾ 1 2 2 സ്ഥാനം കഴിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? പോയിന്റ് ഇടുക. അപ്പോൾ 0.48 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് നോക്കാം. 0.12 × 0.12. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് ഇല്ലാതെ സ്ഥാനങ്ങൾ തമ്മിൽ ഗുണിക്കുക അല്ലേ, സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ ഇവിടെയും 12 ഇവിടെയും 12. 12 × 12 എത്രയാണ്? 12ന്റെ സ്ക്വയർ എത്രയാണ്? 144. അപ്പോൾ അത് നമുക്ക് എഴുതാം. 144 എന്ന് നമ്മൾ എഴുതി. അറിയാത്തവരുണ്ടെങ്കിൽ ഗുണിച്ച് നോക്കാം. 144. ഇനി എന്ത് ചെയ്യുക? പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട് ചോദ്യത്തിൽ? ഇവിടെ പോയിന്റ് 1 2, ഇവിടെ 2 സ്ഥാനമുണ്ട്. ഇവിടെയും 1 2, ഇവിടെയും 2 സ്ഥാനമുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 4 സ്ഥാനമുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് അല്ലേ. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. അപ്പോൾ ടോട്ടൽ 4 സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ എത്ര വേണം? 4 സ്ഥാനം വേണം അല്ലേ? അപ്പോൾ ഇവിടെ 1 2 3 സ്ഥാനമേ ഉള്ളൂ. 4 ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഒരു 0 കൂടി ഇട്ടിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പോയിന്റ് 0 1 4 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ചോദ്യത്തിൽ എത്ര പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം നമ്മുടെ ഉത്തരത്തിലും വേണം. പോയിന്റ് ഇല്ലാതെ, അപ്പോൾ എങ്ങനെയാണ് രണ്ട് ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക? പോയിന്റ് ഇല്ലാതെ ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അതിനുശേഷം ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കുക, ദശാംശ സംഖ്യകളെ നമ്മൾ 10 100 1000 ഇങ്ങനെയുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്ന സമയത്ത് നമുക്ക് ഗുണിക്കാതെ തന്നെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 3.2 × 10. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 3.2 × 10. ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പോയിന്റ് ഇല്ലാത്ത സംഖ്യകൾ തമ്മിൽ ഗുണിക്കാം, എന്നിട്ട് പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? 32 × 10. 32 × 10 എന്ന് പറയുമ്പോൾ 320. ഇനി പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? ഒരു സ്ഥാനം. അപ്പോൾ അവിടെ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുക എന്ന് പറയുമ്പോൾ 32 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞു തന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ 10 100 1000 ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഗുണിക്കേണ്ട ആവശ്യമില്ല. ഗുണിച്ചിട്ടാണെങ്കിലും ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അല്ലാതെ ചെയ്യുവാണെങ്കിൽ ഇവിടെ 10 കൊണ്ടാണ് നമ്മൾ ഗുണിക്കുന്നതെന്ന് വിചാരിക്കുക. 3.2നെ 10 കൊണ്ട് ഗുണിക്കുകയാണ്. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ പോയിന്റ് ഇവിടെ നിന്നും ഒരു സ്ഥാനം ഫ്രണ്ടിലോട്ട് നീങ്ങും. ഓക്കെ, നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു നമ്പർ ഹരിക്കുവാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ 12 ഹരിക്കണം 10 ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഹരിക്കുന്ന സമയത്ത് 12 എന്ന് എഴുതി 10 കൊണ്ട് ഹരിക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനമാണ് ഉള്ളത്, ഒരു 0 ആണുള്ളത്. അപ്പോൾ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ടു അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കിയിട്ട് പോയിന്റ് ഇട്ടു. അതേ സംഭവം നമ്മൾ ഗുണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇപ്പോൾ ഇതിനെ തന്നെ ഗുണിക്കുകയാണെങ്കിൽ 1.2 × 10 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റ് എന്ത് ചെയ്യും? ഈ സ്ഥാനത്ത് നിന്ന് അടുത്ത സ്ഥാനത്തോട്ട് നീങ്ങുകയാണ് ചെയ്യുക. മനസ്സിലായോ പറഞ്ഞത്? ഹരിക്കുന്ന സമയത്ത് 12/10 എന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഇടത്തോട്ടാണ് പോയിന്റ് നീങ്ങുന്നു പറഞ്ഞത് അല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ ഗുണിക്കുമ്പോൾ വലത്തോട്ട് നീങ്ങും ഒരു സ്ഥാനം. അപ്പോൾ 3.2 × 10 ഇവിടെ ഒരു 0 ആണുള്ളത്. അതുകൊണ്ട് ഈ പോയിന്റ് എന്ത് ചെയ്യും? ഒരു സ്ഥാനം ഫ്രണ്ടിലോട്ട് പോകും. എന്ന് പറയുമ്പോൾ 3.2 എന്നുള്ളത് ഈ പോയിന്റ് 2ന്റെ അപ്പുറത്ത് നിന്ന് എന്ത് ചെയ്യും? 2ന്റെ അപ്പുറത്തോട്ട് പോകും. അപ്പുറത്തോട്ട് പോയിട്ട് കാര്യമുണ്ടോ? 32 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 32 എന്ന് തന്നെയാണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ 32 എന്ന് കിട്ടി. അടുത്തത് നോക്കാം ഒന്നുകൂടെ മനസ്സിലാവാനായിട്ട്. 3.2 × 100 ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 2 0 ഉണ്ട് അല്ലേ? 100 എന്ന് പറയുമ്പോൾ 2 0 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്ര സ്ഥാനം മൂവ് ചെയ്യിക്കണം? 1 2 സ്ഥാനത്തോട്ട് പോകണം അല്ലേ? ഇത് കഴിഞ്ഞിട്ട് 1 2 സ്ഥാനത്തോട്ട് പോകണം. അപ്പോൾ എന്ത് ചെയ്യണം? 3 then 2 പിന്നെ എന്ത് ചെയ്യണം? പിന്നെ അവിടെ ഒന്നുമില്ല അല്ലേ? ഇനി ഒരു സ്ഥാനവും കൂടെ കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു 0 ഇട്ട് കൊടുക്കുക. ഒരു സ്ഥാനമേ ഉള്ളൂ, 2 സ്ഥാനം കഴിഞ്ഞിട്ട് വേണം പോയിന്റ്. അപ്പോൾ 3 2 കഴിഞ്ഞ് ഒരു 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര വന്നു? 320 എന്ന് നമുക്ക് വന്നു. ഇനി ഇവിടെ നോക്കുക, 3.213 × 1000. ഇത് 1000 എന്ന് പറയുമ്പോൾ 3 സ്ഥാനമുണ്ട്. 3 സ്ഥാനമുണ്ട് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് എന്ത് ചെയ്യും? 1 2 3 ഇവിടെ എത്തും അല്ലേ? 3ന്റെ ശേഷമാണ് വരിക. അപ്പോൾ 3 കഴിഞ്ഞ് 2 1 3 കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരിക. 3 കഴിഞ്ഞ് പോയിന്റ് വരിക എന്ന് പറയുമ്പോൾ 3213 തന്നെ. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ്? നമ്മൾ 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടും ഗുണിക്കുന്ന സമയത്ത് വലത്തോട്ടാണ്, എത്ര സീറോസ് ഉണ്ടോ അതിനനുസരിച്ച് വലത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പോയിന്റ് മൂവ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുക. അടുത്തത് 3.43 × 10. ഇവിടെ നമ്മൾ 10 കൊണ്ടാണ് ഗുണിക്കുന്നത് അല്ലേ? അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര വേണം? ഒരു സ്ഥാനമാണ് മൂവ് ചെയ്യേണ്ടത്. ഈ പോയിന്റ് ഒരു സ്ഥാനം മൂവ് ചെയ്യണം. ഇവിടെ 3 പോയിന്റ് ആണ്. ഈ പോയിന്റ് ഇവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യണം? ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അതായത് 4ന് ശേഷം വേണം പോയിന്റ് വരാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക? 34.3 എന്ന് വരും. ഓക്കെ, ഒരു സ്ഥാനം നീക്കി പോയിന്റ് വരും. അടുത്തത് 1.421 × 100. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 1 കഴിഞ്ഞ് 2 0 ആണ് 100 എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് 2 സ്ഥാനം നീങ്ങും. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും. അപ്പോൾ 2ന് ശേഷമാണ് പോയിന്റ് വരിക അല്ലേ? അപ്പോൾ 1 4 2
കഴിഞ്ഞ് പോയിന്റ് വന്നു 1. ഓക്കെ, അടുത്തത് നോക്കുക. 1.421 ഇൻറ്റു 1000. 1000 എന്ന് പറയുമ്പോൾ ഇവിടെ 3 പൂജ്യം ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് എങ്ങോട്ട് പോകും? 3 സ്ഥാനം കഴിഞ്ഞ് പോകും. അതായത് ഇവിടെ നിന്ന് 1, 2, 3 ഇവിടെ എത്തും അല്ലേ? അപ്പോൾ 1-ന് ശേഷമാണ് പോയിന്റ് വരിക. അതായത് 1, 4, 2, 1 ശേഷം പോയിന്റ് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ 1421 എന്ന് തന്നെ ആൻസർ വരും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ദശാംശ സംഖ്യകൾ 10, 100, 1000 എന്ന് പറയുന്ന സംഖ്യകൾ കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് എത്ര സീറോസ് ഉണ്ടോ എന്ന് നോക്കാം. അത്രയും സ്ഥാനം വലത്തോട്ടാണ് നീങ്ങുന്നത്. പോയിന്റ് എങ്ങോട്ടാണ്? വലത്തോട്ട്. ഹരിക്കുന്ന സമയത്ത് ഇടത്തോട്ടാണ് നീങ്ങുന്നത്. നമ്മൾ ഗുണിക്കുന്ന സമയത്ത് എങ്ങോട്ടാണ്? വലത്തോട്ടാണ് പോയിന്റ് നീങ്ങുക. ഇവിടെ നോക്കുക, ഈ ഒരു എക്സാമ്പിൾ കൂടെ നോക്കുക. 36.5 ഇൻറ്റു 10. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? പോയിന്റ് ഉണ്ട് അല്ലേ? 10 കൊണ്ടാണ് നമ്മൾ ഗുണിക്കുന്നത്. സാധാരണ പോലെ ചെയ്യുവാണെങ്കിൽ 365 ഇൻറ്റു 10, അപ്പോൾ 3650 എന്ന് വരും. 0 ആയതുകൊണ്ട് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ 365 എന്ന് വരും. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയാണെങ്കിൽ എങ്ങനെ ചെയ്യുക? 36.5 ആണ്. ഇവിടെ 10 എന്ന് പറയുമ്പോൾ ഒരു പൂജ്യമേ ഉള്ളൂ. അപ്പോൾ പോയിന്റ് എങ്ങോട്ട് മാറണം? ഒരു സ്ഥാനം വലത്തോട്ട് നീങ്ങണം. അപ്പോൾ 36, ഈ പോയിന്റ് എങ്ങോട്ട് പോകും? 5-ൻ്റെ അപ്പുറത്തോട്ട്, വലത്തോട്ട് ഒരു സ്ഥാനം നീങ്ങും. അപ്പോൾ 36, 5 എന്ന് എഴുതി പോയിന്റ് അപ്പുറത്താണ് വരിക. അതായത് 365 തന്നെയാണ് വരിക ആൻസർ. ഓക്കെ, എങ്ങനെ ചെയ്താലും ആൻസർ സെയിം തന്നെയാണ്. അടുത്തത് നോക്കാം. 36.521 ഇൻറ്റു 100. അപ്പോൾ ഇവിടെ 100 എന്ന് പറയുമ്പോൾ എത്ര സീറോ ഉണ്ട്? 2 സീറോ ഉണ്ട്. അപ്പോൾ നമ്മുടെ പോയിന്റ് എത്ര പ്രാവശ്യം വലത്തോട്ട് നീങ്ങണം? 2 തവണ നീങ്ങണം അല്ലേ? അപ്പോൾ ഈ പോയിന്റ് ഇവിടെ നിന്ന് 5-ലോട്ട് ജമ്പ് ചെയ്ത് അവിടെ നിന്ന് 2-ൻ്റെ ഇപ്പുറത്തോട്ട് വരും അല്ലേ? അപ്പോൾ 2 കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ 36, 5, 2, പോയിന്റ് 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. 3.642 ഇൻറ്റു 1000. ഇവിടെ 1000-ന് 3 പൂജ്യമാണ്. അപ്പോൾ പോയിന്റ് എത്ര പ്രാവശ്യം പോകണം വലത്തോട്ട്? 3 തവണ. അപ്പോൾ ഈ പോയിന്റ് ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി. 3 പ്രാവശ്യം പോകുമ്പോൾ 2-ന് ശേഷമാണ് പോയിന്റ് വരിക. അപ്പോൾ 3, 6, 4, 2 പോയിന്റ് ഇങ്ങനെ പോകും. പോയിന്റ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തന്നെയാണ് ഉത്തരം വരിക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ദശാംശ സംഖ്യകളുടെ ഗുണനം. അപ്പോൾ സാധാരണ ഇപ്പോൾ 1.2 ഇൻറ്റു 3.6 ഇങ്ങനെയുള്ള ദശാംശ സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് രണ്ടും തമ്മിൽ പോയിന്റ് ഇല്ലാതെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അതിനുശേഷം പോയിന്റിന് ശേഷം എത്ര സ്ഥാനം ഉണ്ടെന്ന് ചോദ്യത്തിലുള്ളത് എണ്ണിയിട്ട് അത്രയും സ്ഥാനം നീക്കി ഇടത്തോട്ട് അല്ലേ? ഇടത്തോട്ട് പോയിന്റ് ഇടുക. അതിനുശേഷം ഇപ്പം നമ്മൾ 100ഉം 1000ഉം 10ഒക്കെ വെച്ച് ഗുണിക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? എത്രയാണോ സീറോസ് വരുന്നത് അത്രയും സ്ഥാനം വലത്തോട്ട് പോയിന്റ് നീങ്ങും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നത്. ഇനി നമുക്ക് ദശാംശ സംഖ്യകളുടെ ഹരണം പഠിക്കാനുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്